നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്ന വിനോദ് കുമാറാണ്. ചോദ്യം ഇതാണ്: എനിക്ക് ഹോണ്ട സിറ്റി വളരെ ഇഷ്ടമുള്ള വാഹനമാണ്. ജാസിന്റെ ടോപ്പ് എൻഡ് CVT എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ കേൾക്കുന്നു ജാസിന്റെ ഇന്ത്യയിലെ നിർമ്മാണം ഹോണ്ട നിർത്തുകയാണെന്ന്. അമേസ് ആണ് പിന്നെയുള്ള ഓപ്ഷൻ. പക്ഷെ ജാസിനോളം ബിൽഡ് ക്വാളിറ്റി അമേസിനില്ല എന്നാണ് എന്റെ തോന്നൽ. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. സത്യമാണ്, ജാസ് നിർത്തുകയാണ്. ജാസ് മാത്രമല്ല, ഹോണ്ടയുടെ 4th ജനറേഷൻ സിറ്റിയും അതുപോലെ തന്നെ WRVയും നിർത്തുകയാണ് എന്ന് കമ്പനി ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും അറിയിച്ചിട്ടുണ്ട്. ജാസ് ഈ വർഷം നവംബറിലും 4th ജനറേഷൻ സിറ്റി ഡിസംബറിലുമാണ് നിർത്തുക. WRV ആകട്ടെ 2023 മാർച്ച് വരെയും മാത്രമേ നിർമ്മാണത്തിൽ ഉണ്ടാവുകയുള്ളൂ. 3US എന്ന് പേരിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പാക്ട് SUV വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവയുടെ നിർമ്മാണം നിർത്തുന്നത്. ഏറ്റവും പുതിയ ഒരു SUV വരികയാണ് ഹോണ്ടയിൽ നിന്നും. അത് ഹ്യുണ്ടായി വെന്യൂ, അതുപോലെ തന്നെ കിയ സോണറ്റ, മാരുതി ബ്രസ എന്നിവയുടെ എതിരാളിയായിരിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഹോണ്ടയുടെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 50% ഇനി ആ SUV നിർമ്മിക്കാൻ വേണ്ടിയാണ് മാറ്റിവെക്കാൻ പോകുന്നത്. ഹോണ്ട ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ ഇന്ത്യയിലെ SUVകളുടെ സാധ്യത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ആകെ ഇന്ത്യയിൽ ബാക്കി ഉണ്ടാവുക, ഹോണ്ടയുടേതായിട്ട് ബാക്കി ഉണ്ടാവുക 5th ജനറേഷൻ ഹോണ്ട സിറ്റി, ഏറ്റവും പുതിയ 5th ജനറേഷൻ ഹോണ്ട സിറ്റിയും അതുപോലെ തന്നെ അമേസും പിന്നെ ഈ വരാൻ പോകുന്ന SUVയും മാത്രമായിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ 2 ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ ജാസ് ഇപ്പം നിർത്താൻ പോകുന്നതിന് മുന്നോടിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ജാസ് വാങ്ങിക്കാം. 2 അമേസ് വാങ്ങിക്കാം. ഇപ്പൊ അമേസിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിൽഡ് ക്വാളിറ്റി മോശമാണെന്നൊന്നും തോന്നുന്നില്ല. ജാസ് കാണുമ്പോൾ ബിൽഡ് ക്വാളിറ്റി കൂടുതലുണ്ട് എന്ന് തോന്നിക്കുന്നതാണ്, അല്ലാതെ അങ്ങനെ ബിൽഡ് ക്വാളിറ്റി അമേസിന്റെ കാര്യത്തിൽ മോശമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ 2 വാഹനങ്ങളുടെയും കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയാവുന്നത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അല്പം കുറവാണെന്നുള്ള കാര്യമാണ്. കാരണം രണ്ടും അടുത്ത കാലത്തൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമേസ് വാങ്ങിക്കുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. എന്ന് തന്നെയുമല്ല, അമേസ് വാല്യൂ ഫോർ മണിയാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. അതിന്റെ CVT ഡീസലിലുമുണ്ട്, പെട്രോളിലുമുണ്ട്. അത് വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ സ്പെയർ പാർട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാസ് നിർത്തിയാലും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് മോഡൽ നിർത്തിയാലും 5 വർഷത്തേക്കുള്ള സ്പെയർ പാർട്സ് ഉണ്ടാകണമെന്നാണ് ഇന്ത്യയിലെ വാഹന നിയമം അനുശാസിക്കുന്നത്. പക്ഷേ ഹോണ്ടയുടെ കാര്യത്തിൽ ഹോണ്ട ഇന്ത്യ വിട്ടുപോവുകയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും സ്പെയർ പാർട്സ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു ഭയവും വേണ്ട. എന്തായാലും കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ജാസ് ആയാലും അമേസ് ആയാലും പിന്നിലാണ്. 2 നല്ല വാഹനങ്ങൾ തന്നെയാണ്. അമേസിന്റെ കാര്യത്തിൽ ബിൽഡ് ക്വാളിറ്റി കുറവാണെന്നുള്ള ആശങ്കയൊന്നും വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു ആശങ്ക ഞങ്ങൾക്കുള്ളത് ഹോണ്ട ഇന്ത്യ വിട്ടു പോകുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഹോണ്ട ഇന്ത്യ വിട്ടു പോവുകയല്ല, വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വരികയാണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു SUV വരുന്നു എന്നുള്ളത്. SUV വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച SUV തന്നെ ആയിരിക്കും ഹോണ്ട കൊണ്ടുവരിക. ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും അത്രയധികം നിർമ്മാണ നിലവാരമുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പാക്ട് SUVക്ക് വേണ്ടി കാത്തിരിക്കാം. വിനോദിന്റെ കാര്യത്തിൽ 2 ഓപ്ഷൻ ഉള്ളത്. ഒന്നുകിൽ ജാസ് നിർത്താൻ പോകുന്നതുകൊണ്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നിർത്താൻ പോകുന്നത് വാങ്ങിക്കാതിരിക്കുക. സത്യത്തിൽ ആ 2 ഓപ്ഷൻസ് ആണുള്ളത്. നിന്ന് പോകുന്നത് കൊണ്ട് ഇപ്പോൾ വില കുറച്ച് കിട്ടും, പക്ഷെ പിന്നീട് വിൽക്കുമ്പോഴും വില കുറച്ചായിരിക്കും വിൽക്കാൻ പറ്റുക. കാരണം നിന്ന് പോയൊരു മോഡലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അല്ലെങ്കിൽ അമേസ് വാങ്ങുക. അമേസിന്റെ ഒരു നിർമ്മാണ നിലവാരമൊന്നും ഭയക്കേണ്ടതില്ല, വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ശശിധരൻ മാങ്കൂട്ടത്തിലാണ്, തിരുവല്ലയിൽ നിന്നും. സിട്രോൺ C3 ഓട്ടോമാറ്റിക് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മാനുവൽ മാത്രമല്ലേ ലോഞ്ച് ചെയ്തുള്ളൂ, ഓട്ടോമാറ്റിക് ഉടനെ വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു സിട്രോൺ C3 വരികയാണെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ വാഹനം വന്നപ്പോൾ ഓട്ടോമാറ്റിക് മോഡൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ വരാനുള്ള ചെറിയ സാധ്യത കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഒഫീഷ്യലി ഇന്ത്യയിലെ സിട്രോണിന്റെ ആൾക്കാരും തന്നെ ഓട്ടോമാറ്റിക് വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രസീലിൽ ഇപ്പോൾ സിട്രോൺ C3 വരികയാണ്. അപ്പോൾ അവിടെയും വാഹനം പൂർണ്ണമായിട്ടും കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ചില ലീക്ക് ചെയ്ത് കിട്ടിയ ഫോട്ടോസിലൊക്കെ കാണുന്നത് ഓട്ടോമാറ്റിക് മോഡലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷെ അതെന്ത് ഓട്ടോമാറ്റിക് ആണ്, അത് CVT ആണോ DCT ആണോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. എങ്കിലും അവിടെ ഉണ്ടല്ലോ പപ്പരാസികൾ, നമ്മളെപ്പോലുള്ള ഓട്ടോമൊബൈൽ പപ്പരാസികൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവിടെ വരാൻ പോകുന്ന സിട്രോൺ C3 ഉണ്ടാവുക ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അതുപോലെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും എന്നൊക്കെയാണ് ചോർന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് പറയാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ഇത്രയും കാലം കേട്ടിരുന്നത് സിട്രോൺ C3 ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഒരു DCT ഗിയർ ബോക്സ് ആണെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബ്രസീൽ ഇത് വരികയാണെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ വരികയാണെങ്കിൽ ഇന്ത്യയിലും അതാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. യൂറോപ്പിൽ ഓൾറെഡി സിട്രോണിന് ഈ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉള്ള വാഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതായിരിക്കാം ഇന്ത്യയിൽ വരുന്നതെന്ന് കരുതുന്നു. പക്ഷേ ഇതുവരെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടേയില്ല സിട്രോൺ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. എന്നാൽ ഇനി സിട്രോൺ C3 ഓട്ടോമാറ്റിക് ഓടിച്ച് മതിയാവൂ എന്നാണ് വാശിയെങ്കിൽ വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സിട്രോൺ C3 ഇലക്ട്രിക് വരികയാണ്. ഇലക്ട്രിക് വന്നാൽ എന്തായാലും അത് ഓട്ടോമാറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ CVT പോലുള്ള എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും വരാൻ പോവുക. അങ്ങനെയാണെങ്കിൽ
സിട്രൺ C3 ഓട്ടോമാറ്റിക് ഓടിക്കാനുള്ള അവസരമാണ് ഇലക്ട്രിക് മോഡലിലൂടെ നമുക്ക് വരാൻ പോകുന്നത്. 136 BHP പവറുള്ള മോട്ടറായിരിക്കും അതിലെന്നാണ് പറയപ്പെടുന്നത്. 2 ബാറ്ററി ഓപ്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കാക്കപ്പെടുന്നുണ്ട്. അതിലേറ്റവും കൂടിയ റേഞ്ച് കിട്ടുന്ന 362 കിലോമീറ്റർ ആയിരിക്കും എന്നും കരുതപ്പെടുന്നു. C3യിൽ ഇല്ലാത്ത ചില കാര്യങ്ങളിൽ വരും. നമ്മൾ ആദ്യം തൊട്ട് തന്നെ C3യുടെ പരാതിയായിട്ട് പറയുന്നത് സൈഡിലുള്ള ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് വ്യൂ മിറേഴ്സ് ഒക്കെയാണ്. അതൊക്കെ ഇതിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇല്ലായിരുന്നു ഇപ്പോൾ ഉള്ള മോഡലിൽ, അതും വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പിന്നിൽ വാഷർ വൈപ്പർ അതുണ്ടായിരുന്നില്ല, അതും ഈ ഒരു ഇലക്ട്രിക് മോഡൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ C3യുടെ ഇലക്ട്രിക് മോഡൽ വരാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു 13 ലക്ഷം രൂപ വരെയൊക്കെയാണ് വില പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ മോസ്റ്റ് അഫോർഡബിൾ ഇലക്ട്രിക് വാഹനമായിരിക്കും ഇത് എന്നുള്ള കാര്യം സംശയമില്ല. തന്നെ അതിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്, ഒരു കോമ്പാക്ട് രൂപമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് കൂടെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓടിക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഈ 362 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വലിയൊരു വിജയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് സിട്രൺ C3 ഓട്ടോമാറ്റിക് കൂടെ വന്നാലും വലിയ വിജയം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും മികച്ച നിർമ്മാണ നിലവാരമുള്ള വാഹനമാണെന്നുള്ള കാര്യം സംശയമില്ല. ചെറിയ കുറവുകളൊക്കെ ഒന്ന് കണ്ണടക്കുകയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരികയും ചെയ്താൽ എന്തായാലും ടൗണിലൊക്കെ ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു മികച്ച വാഹനമാണ് സിട്രൺ C3. അതിന് ഇലക്ട്രിക് കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് എങ്ങാനും പെട്രോൾ മോഡൽ വന്നില്ലെങ്കിൽ പോലും ഇലക്ട്രിക്കിൽ ഓട്ടോമാറ്റിക് ഓടിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കൈവരാൻ പോകുന്നത്. ആഹ്ലാദിപ്പിൻ എന്ന് മുകേഷ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ പറയാനുള്ളൂ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ഷുഹൈബ് ഷാജഹാനാണ്. എന്റെ വാഹനം ഫോർഡ് ഫിഗോ ടൈറ്റാനിയമാണ്. ഇനി അത് മാറ്റി മാരുതിയുടെ ഏതെങ്കിലും മോഡൽ വാങ്ങാനാണ് തീരുമാനം. പുതിയ ഓൾട്ടോ വരുന്ന വീഡിയോയിൽ പറഞ്ഞല്ലോ, പുതിയ സ്വിഫ്റ്റും വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ ഓൾട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വരികയാണ്. ഇപ്പോൾ ഈ 21-ാം തീയതി അതിന്റെ മീഡിയ ഡ്രൈവിന് വിളിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ അടുത്ത മാസം ആദ്യം തന്നെ ആ വാഹനം വിപണിയിലെത്താനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഈ മീഡിയ ഡ്രൈവിനോടൊപ്പമൊക്കെ തന്നെ അത് വിപണിയിലെത്താനുള്ള സാധ്യതയുണ്ട്. അത് കൊച്ചിയിലാണ് അതിന്റെ മീഡിയ ഡ്രൈവ് നടക്കുന്നതെന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് തീർച്ചയായിട്ടും ലോകത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളിലൊന്നാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും സുസുക്കി എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു ബ്രാൻഡ് അംബാസഡർ പോലെയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാകും. ഈ ലോകത്തിൽ ഏത് സ്ഥലത്ത് പോയാലും എന്ന് തന്നെയല്ല, എവിടെ പോയി നമ്മൾ സ്വിഫ്റ്റ് കണ്ടാലും അതിനൊരു വ്യത്യസ്തത ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. സ്വിഫ്റ്റ് അതുപോലെ ലോകവ്യാപകമായി വിറ്റ ഒരു മോഡലുമാണ്. ഇന്ത്യക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുസുക്കി മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയുക സ്വിഫ്റ്റ് ആയിരിക്കും. സ്റ്റൈലിഷ് ആയിട്ടൊരു വാഹനം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ട് ഏതാണ്ട് ഒരു പഴയതായി എന്നുള്ള സംശയമില്ല തന്നെയല്ല. അതിനുശേഷം ആ ഒരു സെഗ്മെന്റിലൊക്കെ ധാരാളം പുതിയ വാഹനങ്ങൾ വന്നു. ഹ്യുണ്ടായി i20യുടെ ഏറ്റവും പുതിയ മോഡലൊക്കെ അതിമനോഹരമാണ്. അങ്ങനെ വരുമ്പോൾ ഒന്ന് സ്വിഫ്റ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി എന്നുള്ള സംശയമില്ല. എന്തായാലും യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മൂടി പൊതിഞ്ഞ അവസ്ഥയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഉടൻ തന്നെ വരികയാണെന്നാണ്. അപ്പോൾ എന്തായാലും കേൾക്കുന്നത് ഈ വർഷം അവസാനം പുതിയ സ്വിഫ്റ്റ് ആഗോള വിപണിയിലെത്തുകയും എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇന്ത്യയിലെത്തുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ്. കാരണം അവരുടെ സ്വന്തം മഹലായ അല്ലെങ്കിൽ സ്വന്തം ഇടവകയായ ജപ്പാനിൽ പോലും ഇന്ത്യയുടെ അത്രയും സ്വീകാര്യത അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഏത് വാഹനം വന്നാലും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യം സംശയമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മാർച്ചോടുകൂടി 2023 മാർച്ചോടുകൂടി ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതിയ സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ പല പുതുമകളും വരുന്നുണ്ട്. പ്രധാനപ്പെട്ട പുതുമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ബലേനോ ഉൾപ്പെടെയുള്ള പുതിയ മോഡലുകളെല്ലാം വന്നിരിക്കുന്ന ഹാർടെക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും വരുന്നത്. സുസുക്കിയുടെ ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് ഹാർടെക്. അതിൽ ആ പ്ലാറ്റ്ഫോമിലായിരിക്കും വാഹനം നിർമ്മിക്കുക. പിന്നെ ഇതുവരെ നമ്മൾ സ്വിഫ്റ്റിൽ കാണാത്ത മറ്റൊരു കാര്യം വരാൻ പോകുന്നത് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ആ ഒരു മോഡലിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് 1.2 ലിറ്റർ K12D ഡ്യുവൽ ജെറ്റ് എഞ്ചിനിൽ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി കൂടി വരുന്നതോടുകൂടി തന്നെയല്ല ഭാരം കുറഞ്ഞ ഈ ഒരു ഹാർടെക് പ്ലാറ്റ്ഫോമും എല്ലാം കൂടി ആകുമ്പോൾ നല്ല മൈലേജ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയുമല്ല ഇതുവരെ നമ്മൾ സ്വിഫ്റ്റിൽ കാണാത്തൊരു കാര്യം കൂടി വന്നേക്കാം. അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇത്രയും കാലം നമ്മൾ AMD ട്രാൻസ്മിഷൻ മാത്രമാണ് സ്വിഫ്റ്റിൽ കണ്ടിരുന്നെങ്കിൽ ഇനി ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി സ്വിഫ്റ്റിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പുതിയ LED എലമെന്റ്സോട് കൂടിയ ഹെഡ്ലാമ്പ്, അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒരു വലിയ ഗ്രില്ല്, വലിയ എയർ ഇൻടേക്കുകളോട് കൂടിയ ബമ്പർ, വലിയ ടയറുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. ചെറിയ രീതിയിലൊക്കെ ലീക്ക് ചെയ്തതിന്റെ ചെറിയ രീതിയിൽ ലീക്ക് ചെയ്ത ചില പടങ്ങളൊക്കെ വരുന്നതിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. കൂടാതെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ കൂടുതൽ സ്റ്റൈലിഷായി കുറെ കൂടി വലിപ്പം കൂടി കുറെ കൂടി പുതിയ ഫീച്ചേഴ്സോട് കൂടിയ സ്വിഫ്റ്റ് ആയിരിക്കും ഒരു 2023 മാർച്ചോട് വരാൻ പോകുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇന്ത്യയിൽ സ്വിഫ്റ്റിന് ഒരു പുനർജന്മം ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് പറയേണ്ടത്. നമുക്ക് ഏതായാലും പുതിയ സ്വിഫ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കാം. അടുത്ത ചോദ്യം ഗോവിന്ദ് രഘുവാണ് വട്ടിയൂർക്കാവിൽ നിന്നും. ഞാനൊരു ബലേനോ ആൽഫ മോഡൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓണക്കാലത്ത് ഡെലിവറി കിട്ടും. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു ബലേനോ YTB എന്ന മോഡൽ ഫെബ്രുവരിയിൽ വരുമെന്ന്. അതിനെപ്പറ്റി പറയാമോ? അത് വരാൻ കാത്തിരിക്കേണ്ടതുണ്ടോ? അതോ ഇപ്പോഴുള്ള ബലേനോ
വാങ്ങിയാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടത് ശരിയാണ്. ബലേനോ ക്രോസ് കൂപ്പെ എന്നാണ് ആ ഒരു SUVയുടെ പേര്. അതായത് ബലേനോയിൽ നിന്നും ജനിക്കാൻ പോകുന്ന ഒരു ചെറിയ SUV, അതാണ് ബലേനോ ക്രോസ് കൂപ്പെ. അങ്ങനെ ആയിരിക്കണം പേരെന്നില്ല, കാരണം YTB എന്ന പേരിലാണ്, കോഡ് നെയിമിലാണ് അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞൊരു ചോദ്യത്തിൽ ഉത്തരമായിട്ട് പറഞ്ഞ പോലെ തന്നെ SUVകളിലേക്കാണ് എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും കണ്ണ്. അപ്പം ചെറിയ ചെറിയ SUVകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത്. മാരുതിയുടെ കാര്യത്തിൽ മാരുതിയുടെ ഏറ്റവും ചെറിയ SUV എന്ന് പറയുന്നത് ബ്രസയാണ്. അപ്പോൾ ബ്രസയെക്കാളും ചെറിയൊരു SUV കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബലേനോയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ SUV വരാൻ പോകുന്നത്. അതിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ബലേനോ ക്രോസ് കൂപ്പ എന്ന്. അപ്പോൾ അതിന്റെയും മൂടിക്കെട്ടിയ മോഡലുകൾ, അതായത് മ്യൂൾ എന്ന് വിളിക്കുന്ന മോഡലുകൾ, ടെസ്റ്റ് ഡ്രൈവ് മോഡലുകൾ ഇന്ത്യയിൽ അവിടെ എവിടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സ്പൈ പിക്ചേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം സീരിയസ് ആണ്, ഉടൻ തന്നെ വരുമെന്നാണ് കേൾക്കേണ്ടത്. 2020 ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഫ്യൂജിറോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കാർ മാരുതി സുസുക്കി കൊണ്ടുവന്നിരുന്നു. ആ ഒരു മോഡലാണ് ഈ ഒരു ക്രോസ് കൂപ്പയ്ക്ക് അടിസ്ഥാനമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മ്യൂളിൽ നിന്ന് രൂപം വ്യക്തമല്ലെങ്കിലും പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഗ്രാൻഡ് വിറ്റാരയുടെ മുഖഭാവവുമായിട്ട് കാര്യമായ സാമ്യം കാണുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ ഒരു വലിയ ഒരു ഗ്രില്ലാണ്. ഏറ്റവും പുതിയ ഗ്രാൻഡ് വിറ്റാരയുടെ ഗ്രില്ലാണ് പുതിയ ക്രോസ് കൂപ്പയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ റൂഫ് ലൈൻ അങ്ങനെ ചെരിഞ്ഞ ഒരു കൂപ്പെ പോലെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു SUV നല്ലൊരു കൂപ്പെ എന്ന് തന്നെയാണ് ശരിക്കും ആ ഒരു വാഹനത്തെ വിളിക്കേണ്ടതെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചു കാലം ബലേനോ RSൽ ഉപയോഗിച്ചിരുന്ന 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാഹനത്തിൽ ഘടിപ്പിക്കുക എന്ന് കരുതുന്നു. കുറെ കാലം കൂടിയാണ് മാരുതിയുടെ വാഹനങ്ങളിലേക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ തിരിച്ചു വരുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക. ഒരു പക്ഷേ ഹൈബ്രിഡ് സെറ്റപ്പ് കൂടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ രസകരമായിരിക്കും ഓടിക്കാൻ. 2023 ഫെബ്രുവരിയിലെ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിക്കുകയും ഫെബ്രുവരിയിൽ വിപണിയിലെത്തുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഈ YTB എന്ന ഏറ്റവും പുതിയ മോഡലിന്. നിലവിലുള്ള ബലേനോ ഹാച്ച്ബാക്കിനേക്കാളും വില വന്നേക്കാം, എന്നാൽ ബ്രസയേക്കാളും വില കുറവായിരിക്കും. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ബലേനേക്കാളും വില കൂട്ടി ബ്രസയേക്കാളും വില കുറച്ചായിരിക്കും ഈ ഒരു കൂപ്പെ മോഡൽ, അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന മോഡൽ വരാൻ പോകുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ബ്രസയേക്കാളും എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് വില കുറച്ച് വിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രസയിലെ എഞ്ചിൻ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ എക്സൈസ് ഡ്യൂട്ടി ബെനിഫിറ്റ് അത്രയധികം ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ 1 ലിറ്റർ എഞ്ചിൻ ഈ ബലേനോ കൂപ്പയിലേക്ക് ഘടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എക്സൈസ് ഡ്യൂട്ടി ബെനിഫിറ്റ് കിട്ടുകയും വില ഒരല്പം കുറച്ച് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം SUVയുടെ സ്റ്റൈലിംഗ് ഉണ്ട്, കൂപ്പയുടെ സ്റ്റൈലിംഗ് ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ വില ഒരല്പം കുറച്ച് ബ്രസയുടെ താഴെയായിട്ട് കൊണ്ടുവന്ന് അങ്ങ് പൊസിഷൻ ചെയ്ത് വിൽക്കാനാണ് പരിപാടി. അങ്ങനെ വീണ്ടും SUVകൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ വാഹന നിർമ്മാതാക്കളിൽ നിന്നും. അടുത്ത ജൂയിഷ് VT ആണ് ചോദ്യം വെച്ചിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് ഒരു യൂസ്ഡ് കാർ വാങ്ങണം. ഓൾട്ടോ 800, ഓൾട്ടോ K10, വാഗണാർ എന്നിവയാണ് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മൈലേജിനാണ്. ആഴ്ചയിൽ 300-350 കിലോമീറ്റർ ഓട്ടം ഉണ്ടാകും. ഇവയിൽ ഏതാണ് നല്ല മൈലേജുള്ള കുറഞ്ഞ മെയിൻ്റനൻസ് ഉള്ള വാഹനം? കൂടാതെ സ്വിഫ്റ്റ് ഡീസൽ ഈ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചിരിക്കുന്ന വാഹനങ്ങൾ 3 ഓൾട്ടോ 800, ഓൾട്ടോ K10, വാഗണാർ, പിന്നെ സ്വിഫ്റ്റ് ഡീസൽ. അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന വാഹനം വാങ്ങിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വിഫ്റ്റ് മോശമായതുകൊണ്ടില്ല. 2.5 ലക്ഷം രൂപയ്ക്ക് ഇടുന്ന സ്വിഫ്റ്റ് ഡീസൽ എന്ന് പറയുന്നത് വളരെ പഴയ മോഡലായിരിക്കും. തന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഓടി അലഞ്ഞ വാഹനം എന്നൊക്കെ ഞങ്ങൾ കോട്ടയംകാർ പറയുന്നുള്ള വാഹനങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡീസൽ എഞ്ചിൻ എപ്പോഴും നമുക്ക് മെയിൻ്റനൻസ് കൂടുതൽ തരുന്ന മോഡലാണ്. അപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം കിലോമീറ്ററൊക്കെ മുകളിലോടി ഒരു ഡീസൽ വാഹനമായിരിക്കും. അതൊരിക്കലും അഡ്വൈസബിൾ അല്ല. അപ്പോൾ അതിലേക്ക് പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മറ്റ് മോഡലുകൾ നോക്കുകയാണെങ്കിൽ മൈലേജിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മാരുതി ഓട്ടോ തന്നെയാണ് വാങ്ങേണ്ടത്. കാരണം ഇന്ത്യയിൽ ഇന്ന് വരെ വന്നതിൽ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ഉള്ള വാഹനം ഓട്ടോയാണ്. അടുത്ത കാലത്താണ് 27.97 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാരുതിയുടെ തന്നെ സെലേറിയോ ആ ഒരു റെക്കോർഡ് തകർത്ത്. അപ്പോൾ ഇത്രയും കാലം ഓട്ടോ തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനം. പഴയ രൂപമുള്ള പഴയ ഓട്ടോ 800-ന് 19.7 കിലോമീറ്ററാണ് കമ്പനി മൈലേജ് പറഞ്ഞിരുന്നതെങ്കിൽ 18 എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഞാനും അനുഭവസ്ഥനാണ്. കാരണം എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഓട്ടോ 800. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിരുന്നു. അതിന് 18 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ 2013 ശേഷം വന്ന ഫേസ് ലിഫ്റ്റോടുകൂടി എനിക്ക് ഓട്ടോ 800 ഞാൻ വെറുത്തുപോയി എന്നുള്ള സത്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല അതിൻ്റെ രൂപം. പക്ഷേ അതിൻ്റെ മൈലേജ് 23 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞത്. അതും അതിനടുത്തൊക്കെ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ഉപയോഗിച്ചവരൊക്കെ പറയുന്നത്. പിന്നെ വാഗണാറിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും പുതിയ വാഗണാറിന് 22-ലധികമാണ് കമ്പനി പറയുന്ന മൈലേജ്. പക്ഷേ പഴയതിന് അത്ര ഒന്നും കിട്ടുന്നില്ലായിരുന്നു എന്നുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ വാഹനം അത്രയും വിറ്റ് വന്നിരിക്കുന്നത്? അതിൻ്റെ ടോൾ ബോയ് ഡിസൈൻ തന്നെയാണ്. നല്ല നിവർന്നിരുന്ന SUVകളിരിക്കുന്നവരിന്ന് ഓടിച്ചുകൊണ്ട് പോകാം എന്നുള്ളതായിരുന്നു പഴയ വാഗണാറിൻ്റെ സവിശേഷത. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണവും. മൈലേജ് വളരെ കുറവായിരുന്നു എന്നാണ് കേൾക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ആ കാലത്ത് അത് കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹ്യുണ്ടായി സാൻട്രോയുമായിട്ടാണ്. ആ ഒരു ടോൾ ബോയ് ഡിസൈനുള്ള വാഹനമായിരുന്നു ഹ്യുണ്ടായി സാൻട്രോയും. അത് ഇതിനേക്കാളൊക്കെ മൈലേജ് കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വാഗണാറാണ് തമ്മിൽ ഭേദം എന്ന് കരുതി എല്ലാവരും വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൈലേജാണ് നോക്കുന്നതെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. ഓൾട്ടോ 800 അല്ലെങ്കിൽ ഓൾട്ടോ K10 വാങ്ങിക്കുക. എന്നാൽ അങ്ങനെയല്ല, അല്പം ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്, ഒരല്പം മൈലേജ് കുറഞ്ഞാലും സാരമില്ല എന്നുള്ളതാണെങ്കിൽ വാഗണാറിലേക്ക് പോവുക.
എന്നാൽ സ്വിഫ്റ്റ് ഡീസൽ 2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് വാങ്ങിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 1 ലക്ഷം കിലോമീറ്റർ കൂടുതൽ ഓടിയ ഡീസൽ വാഹനങ്ങൾ ധാരാളം പണികൾ തരാനുള്ള സാധ്യതയുണ്ട്. കാശ് കാര്യമായ രീതിയിൽ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ ഓട്ടോ 800 അല്ലെങ്കിൽ ഓട്ടോ കേറ്റൻ. ഉയർന്ന സീറ്റിംഗ് പൊസിഷനൊക്കെയാണ് നോക്കുന്നതെങ്കിൽ വാഗണാർ. അത് നോക്കുക, നല്ലൊരു വാഹനം നോക്കി വാങ്ങിക്കുക. 2.5 ലക്ഷം രൂപയ്ക്ക് ഈ 2 വാഹനങ്ങളുടെയും നല്ല മോഡലുകൾ കിട്ടാനുണ്ട്. അടുത്ത ചോദ്യം പ്രശാന്ത് ലാൽ എസ് ആണ് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും. എൻ്റെ കയ്യിൽ 2017 മോഡൽ ബ്രസ ഡീസലുണ്ട്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ ബ്രസയിൽ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പോൾ അത് മാറ്റി പുതിയ ഡീസൽ എഞ്ചിൻ ബ്രസ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നു. അത് ശരിയായ തീരുമാനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു വമ്പൻ മാറ്റമായിരിക്കും ജീവിതത്തിൽ വരുത്താൻ പോകുന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ ഇത്രയും കാലം ഓടിച്ചുകൊണ്ടിരുന്നത് ബ്രസ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പുതിയ ബ്രസയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൈലേജ് ഇപ്പോൾ പഴയ ഡീസലിൽ നല്ല മൈലേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സംശയമില്ല. അന്ന് ഡീസൽ എഞ്ചിനുള്ള കാലത്ത് 24.3 കിലോമീറ്ററൊക്കെയാണ് കമ്പനി മൈലേജ് പറഞ്ഞിരുന്നെങ്കിൽ 20 കൂടുതലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ടാവും പ്രശാന്ത് ലാലിന്റെ കാര്യത്തിൽ എന്ന സംശയമില്ല. പക്ഷേ പെട്രോൾ എഞ്ചിൻ വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ പുതിയ ഹൈബ്രിഡ് സെറ്റപ്പുള്ള പെട്രോൾ എഞ്ചിൻ വന്നപ്പോൾ 20 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് പറയുന്നത്. അതിൻ്റെ അടുത്ത് ഒരു 18 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വ്യത്യാസം അങ്ങനെ നോക്കുമ്പോൾ എക്കണോമിക്കൽ എപ്പോഴും ഡീസലായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് ഒക്കെയാണ് ഏറ്റവും പുതിയ ബ്രസയിൽ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുതിയ ബ്രസ ഓടിച്ചപ്പോൾ. എൻ്റെ അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലേക്കും പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മാരുതിയുടെ ടെക്നോളജിയുടെ ഏറ്റവും സുന്ദരമായ ഒരു വശം നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്. നമ്മുടെ ഈ DCT ട്രാൻസ്മിഷനൊക്കെയുള്ള ഹ്യുണ്ടായുടെ ഒക്കെ പല വാഹനങ്ങൾ ഓടിക്കുന്ന അതേ ഹരത്തോടു കൂടി തന്നെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളത് മാരുതിയുടെ ടെക്നോളജിയുടെ ഗുണം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ കണക്ടിവിറ്റി, മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലെയും പോലെ തന്നെ പുതിയ വാഹനങ്ങളിലെല്ലാം പോലെ തന്നെ ഇഷ്ടംപോലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ആ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പിൻ്റെയും കൂടിയിട്ടുള്ള ആ ഒരു റിഫൈൻമെന്റ് ലെവലും അംഗീകരിച്ചേ പറ്റൂ. അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ വാഹനത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, എക്സ്റ്റീരിയറിലായാലും ഇന്റീരിയറിലായാലും വരുത്തിയിരുന്ന മാറ്റങ്ങൾ, സൗന്ദര്യപരമായ മാറ്റങ്ങൾ, അതും ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ സെഗ്മെന്റിലെ ഏറ്റവും മികച്ച വാഹനമായിട്ട് ബ്രസ മാറിയിട്ടുണ്ട്. തന്നെയുമല്ല മാരുതിയുടെ വിൽപ്പനയുടെ കാര്യത്തിലും ബലേനോയും ബ്രസയും വന്നതോടുകൂടി വീണ്ടും വലിയ കുതിച്ചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് വീണ്ടും മാരുതിയുടെ വാഹനങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാനില്ല. പക്ഷേ ഈ ഒരു മൈലേജിന്റെ കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ 44,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ വാഹനമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. വേണമെങ്കിൽ മാറ്റാവുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആവുകയും കുറെ കൂടി ഫീച്ചേഴ്സ് വരികയൊക്കെ ചെയ്യുന്നതിന് വാഹനം ഓടിച്ചു നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ആലോചിക്കേണ്ടതില്ല. ഡീസൽ ബ്രസ വിൽക്കുക, ഏറ്റവും പുതിയ പെട്രോൾ വാഹനം വാങ്ങിക്കുക, ഓട്ടോമാറ്റിക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങളും ഒക്കെയുള്ള ഉത്തരങ്ങളും. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പോപ്പുലർ ഹ്യുണ്ടായി നമ്മളോട് ടൈപ്പ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമീപിക്കേണ്ട പോപ്പുലർ ഹ്യുണ്ടായിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 33 സെയിൽസ് സെന്റേഴ്സും 30 സർവീസ് സെന്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹ്യുണ്ടായിക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യുണ്ടായി ഡീലറാണ് പോപ്പുലർ ഹ്യുണ്ടായി. നിങ്ങൾക്ക് ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു ഡീലർഷിപ്പാണിത്. ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പോപ്പുലർ ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും. കൂടാതെ നിങ്ങൾക്ക് ഹ്യുണ്ടായുടെ ഏതെങ്കിലും വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും. ഓടിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയുക. ബൈജു നായർ എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനത് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. അതുകൂടാതെ ഹ്യുണ്ടായെ സംബന്ധിച്ചുള്ള പരാതികൾ, പരിഭവങ്ങൾ, പ്രശംസകൾ എന്തിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾ പോപ്പുലർ ഹ്യുണ്ടായിൽ സർവീസിന് മുമ്പ് ഒരു പരാതി അല്ലെങ്കിൽ സെയിൽസിന് ചെന്നപ്പോൾ വാഹനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ പരാതി, അത്തരം കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇതിൽ വിളിക്കാം. തീർച്ചയായിട്ടും അതിനെല്ലാം പരിഹാരം ഉണ്ടായിരിക്കും. അടുത്ത കാര്യം നമ്മുടെ മില്യൺ ഫോർ മില്യൺ എന്ന സമ്മാന പദ്ധതിയാണ്. നമ്മൾ 15 ലക്ഷത്തിലേക്ക് അടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കാറ്, ബൈക്ക്, ഇലക്ട്രിക് ബൈക്ക് തുടങ്ങിയ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ സൗജന്യമായിട്ട് നേടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കുക. ബൈജു നായർ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ i10 ഗ്രാൻഡ് നിയോസ് കാറ്, അതുപോലെ തന്നെ ഹീറോ എക്സ്പൾസ് ബൈക്ക്, കൂടാതെ വാൻ മൊബിലിറ്റിയുടെ ഇലക്ട്രിക് ബൈക്ക് തുടങ്ങിയ സമ്മാനങ്ങളാണ്. അപ്പോൾ വേഗം ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി സമ്മാന പദ്ധതിയിൽ അംഗമാവുക. അടുത്ത കാര്യം എങ്ങനെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടെന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് 3 തരത്തിൽ ചെയ്യാം. baijunair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. ബൈജു നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് ചോദ്യങ്ങൾ അയക്കാം. ബൈജു നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചോദ്യങ്ങൾ അയക്കാം. കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യോത്തര പങ്ക്തി പ്രയോജനപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഉണ്ടല്ലോ. നന്ദി, നമസ്കാരം.